ദൃശ്യങ്ങൾ. നേരത്തെ സബ് കളക്ടർ ഓഫീസിലേക്ക് പ്രതിഷേധക്കാർ തള്ളിക്കയറുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. കമൽ കൂടി നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. കമൽ, സർവകക്ഷി യോഗം തുടരുന്നു, തീരുമാനങ്ങളായിട്ടില്ല. അവിടെ എടുത്ത തീരുമാനങ്ങളോട് നാട്ടുകാർ യോജിക്കുന്നുമില്ല. ഇന്നത്തെ ദിവസമൊക്കെ കടന്നു പോകണം. അവിടുത്തുകാർ എങ്ങനെ മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയായിരിക്കുന്നു. തണ്ണീർക്കൊമ്പൻ ഉണ്ടാക്കിയ പോലെ അപ്പം നമുക്കറിയാം. അതിനുശേഷമാണ് ഇത് ഈ ആനയെ തുരത്താനോ പിടികൂടാനുള്ള ആ മാർഗങ്ങൾ ഏതുവരെ എത്തിയിട്ടുണ്ട്? വെക്കാൻ ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ ഉത്തരവ് പറയുന്നത് കുങ്കിയാനകളെ ഉപയോഗിച്ച് തുരത്തുക, അത് നടന്നില്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നതാണ്. പക്ഷെ എന്തായാലും നേരിട്ട് രാവിലെ തുരത്താനൊക്കെ ശ്രമിച്ചതാണ്. അതുകൊണ്ട് നേരിട്ട് മയക്കുവെടി വെക്കുന്ന നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കും. 2 കുങ്കിയാനകൾ പുറപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു കുങ്കിയാനയെ കൂടി എത്തിക്കണം. അതിനുശേഷമായിരിക്കും. ഇപ്പോൾ ആന നിൽക്കുന്ന ഒരു ലൊക്കേഷനിൽ വെച്ച് മയക്കുവെടി വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ ദാരുണ സംഭവം നടന്നതിന്റെ പിൻവശത്തെ കുന്നിൻ മുകളിലാണ് ആനയുള്ളത്. അത് ഒരു ഉയർന്ന പ്രദേശമാണ്. മാത്രമല്ല കുന്നിന്റെ ചെരുവുകളിലെല്ലാം വീടുകളുണ്ട്. ഇത് രാവിലെ തന്നെ അക്രമ സ്വഭാവം കാണിച്ച ഒരു ആനയാണ്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിൽ നിന്ന് അതിനെ ഇങ്ങനെ മയക്കുവെടി വെക്കുമെന്ന് അറിയില്ല. ദൗത്യ സംഘം എത്തിയ ശേഷമായിരിക്കും, ഈ സ്ഥലമൊക്കെ പരിശോധിച്ച ശേഷമാകണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. എന്തായാലും അനുയോജ്യമായ ഒരു സ്ഥലം കിട്ടണം. അതുമല്ല, ഇന്ന് ഈ ദൗത്യം നടക്കുമോ എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ തവണ തന്നെ ഉച്ചയ്ക്ക് ശേഷം മയക്കുവെടി വെച്ചതൊക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ ഈ ദൗത്യം നടക്കും എന്നറിയില്ല. ഒരുപക്ഷെ ആനയെ ഡ്രൈവ് ചെയ്ത സൗകര്യപ്രദമായ ഒരു സ്ഥലത്തെത്തിച്ച് പുലർച്ചയോടെ മയക്കുവെടി വെക്കുക എന്നൊരു നീക്കത്തിലേക്ക് ദൗത്യ സംഘം കടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല. ഉത്തരവ് മാത്രമേ വന്നിട്ടുള്ളൂ. മാത്രമല്ല, ഈ ചർച്ച കഴിയാത്തത് കൊണ്ട് തന്നെ ദൗത്യത്തിനടക്കം നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥരൊക്കെ അവിടെ തന്നെയാണ് എന്നാണ് കരുതുന്നത്. വനംവകുപ്പ് ജീവനക്കാർ ഇപ്പോഴും ആനയെ നിരീക്ഷിച്ചുകൊണ്ട് കുന്നിൻ മുകളിൽ ഉണ്ട്. പക്ഷേ ഈ മയക്കുവെടിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്കൊന്നും വനംവകുപ്പ് കടന്നിട്ടില്ല. കമൽ, ഇപ്പോൾ ഈ അജീഷിന്റെ മരണം നടന്ന സ്ഥലം, ആ പ്രദേശങ്ങളിലൊക്കെ ആളുകൾ വീടുകളിൽ തുടരുകയാണോ? അതോ അവരൊക്കെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ടോ? ആളുകളൊക്കെ വീട്ടിൽ തന്നെ തുടരുന്നുണ്ട്. പുറത്തുണ്ട്. കൂടുതൽ ആളുകൾ പുറത്തില്ല. പക്ഷേ ആളുകൾ വീടുകളിലേക്ക് തുടരുന്നുണ്ട്. കുന്നിൻ മുകളിലാണ് ആനയുള്ളത്. വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. ഇത്രയും അധികം ഒരു അക്രമ സ്വഭാവം ഒരു കാട്ടാന കാണിക്കുന്നത് അങ്ങനെ ആളുകൾ അപ്രതീക്ഷിച്ചില്ല. കാരണം ഗേറ്റൊക്കെ തകർത്ത് വീടിന്റെ മുറ്റത്തേക്ക് കയറി വന്ന അതിന്റെ ആ ദൃശ്യത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭീകരത, അത് ആ രീതിയിൽ ഭയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സ്വാഭാവികമായും ആന പേടിപ്പിച്ച് ആളുകളെ ഓടിക്കുന്നതൊക്കെ അല്ലാതെ പിന്തുടർന്ന് വന്ന ഒരു വീടിന്റെ പടികൾ ചവിട്ടിക്കയറി ഗേറ്റ് തകർത്ത് ആ മനുഷ്യനെ ആക്രമിക്കുക എന്നൊക്കെ ഉള്ളത് മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിൽ ഭയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആന മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളൊന്നും പുറത്തോ ഇല്ല. എങ്കിൽ കൂടി ജനങ്ങളൊക്കെ വീടുകളിൽ തുടരുന്നുണ്ട്. വനംവകുപ്പും പോലീസും ഒക്കെ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്.